ഹായ് ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയിലേക്ക് സ്വാഗതം. ഈ അടുത്ത് നമ്മുടെ കേരള പി എസ് സി നടത്തിയൊരു എക്സാമാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാം. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ചോദ്യപേപ്പറും നമ്മളിന്ന് ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ്. 100 മാർക്കിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മൾ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. ഇതോടൊപ്പം തന്നെ എന്താണ് ഇതിൻ്റെ ആൻസർ പറഞ്ഞു പോകുന്നുണ്ട്, റിലേറ്റഡ് ഫാക്റ്റും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു OMR ഷീറ്റിൽ തന്നെ 100 മാർക്കിൻ്റെ ഒരു പരീക്ഷ എന്ന രീതിയിൽ ബബിൾ ചെയ്ത് തന്നെ പരീക്ഷ എന്ന് എഴുതി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പരീക്ഷയുടെ അവസാനം നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് എത്ര മാർക്കാണ് കിട്ടുന്നതെന്ന് കൂടെ ലാസ്റ്റ് ഒന്ന് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഓരോരോ ചോദ്യങ്ങളിലേക്ക് പോകാം. എല്ലാവരും ഈ ഒരു പരീക്ഷ എഴുതിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാത്സ് പരീക്ഷ ചെയ്യുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യമാണ്, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര്? ഓപ്ഷൻ എ കേരളവർമ്മ പഴശ്ശിരാജ, ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ സി സർദാർ KM പണിക്കർ, ഓപ്ഷൻ ഡി വില്യം ലോഗൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, സർദാർ KM പണിക്കർ. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് സർദാർ KM പണിക്കർ. രണ്ടാമത്തെ ചോദ്യം, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1.25 കോടി മലയാളികൾ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? ആൻസർ ഓപ്ഷൻ എ, 1.25 കോടി മലയാളികൾ. മൂന്നാമത്തെ ചോദ്യം, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഓപ്ഷൻ എ ഇന്ത്യ ശ്രീലങ്ക, ഓപ്ഷൻ ബി ഇന്ത്യ പാകിസ്ഥാൻ, ഓപ്ഷൻ സി ഇന്ത്യ ബംഗ്ലാദേശ്, ഓപ്ഷൻ ഡി ഇന്ത്യ ചൈന. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യ ചൈന. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യ ചൈന. നാലാമത്തെ ചോദ്യം, 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി ലക്നൗ, ഓപ്ഷൻ സി കാൺപൂർ, ഓപ്ഷൻ ഡി ഝാൻസി. ആൻസർ ഓപ്ഷൻ സി ആണ്, കാൺപൂർ. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലമാണ് കാൺപൂർ. അഞ്ചാമത്തെ ചോദ്യം, 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന സ്ഥലം എവിടെ? 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന സ്ഥലം എവിടെ? ഓപ്ഷൻ എ ന്യൂയോർക്ക്, ഓപ്ഷൻ ബി ഫിലാഡൽഫിയ, ഓപ്ഷൻ സി വാഷിംഗ്ടൺ, ഓപ്ഷൻ ഡി സാൻ ഫ്രാൻസിസ്കോ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫിലാഡൽഫിയ. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ഫിലാഡൽഫിയ. എന്നാൽ ഒന്നാമത്തതാണെങ്കിലോ 1774. ഓക്കെ, 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്. അടുത്തിനി അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നായിരുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4. PSC പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആറാമത്തെ ചോദ്യമാണ്, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആന്റോണിയോ ഗുട്ടറസ്, ഓപ്ഷൻ ബി ബാൻ കി മൂൺ, ഓപ്ഷൻ സി കോഫി അന്നൻ, ഓപ്ഷൻ ഡി ട്രിഗ്വേലി. ആൻസർ ഓപ്ഷൻ എ ആണ്, ആന്റോണിയോ ഗുട്ടറസ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആണ് ആന്റോണിയോ ഗുട്ടറസ്. ഏഴാമത്തത്, താഴെ തന്നിരിക്കുന്ന വാതകങ്ങളിൽ പ്രാദേശിക വാതകത്തിന് ഉദാഹരണമല്ലാത്തത്. ഓപ്ഷൻ എ ചിനൂക്ക്, ഓപ്ഷൻ ബി ലൂ, ഓപ്ഷൻ സി ചക്രവാതം, ഓപ്ഷൻ ഡി ഹർമാറ്റൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, ചക്രവാതം. പ്രാദേശിക വാതകത്തിന് ഉദാഹരണമല്ലാത്തതാണ് ചക്രവാതം. അപ്പോൾ പ്രാദേശിക വാതകങ്ങളാണ് ചിനൂക്ക്, ലൂ, ഹർമാറ്റൻ. പ്രാദേശിക വാതകങ്ങൾ ഏതൊക്കെയാണ്? ചിനൂക്ക്, ലൂ, ഹർമാറ്റൻ. എട്ടാമത്തെ ചോദ്യം, ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷ
തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ആഗ്നേയശിലയുമായി ബന്ധം ഇല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഈ ശിലയെ പ്രാഥമിക ശിലയെന്നും വിളിക്കുന്നു. ഓപ്ഷൻ ബി, ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട്. ഓപ്ഷൻ സി, കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഈ ശിലയാണ്. ഓപ്ഷൻ ഡി, ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്. അതാണപ്പോൾ തെറ്റായിട്ടുള്ളവ. അപ്പോൾ ശരിയായിട്ടുള്ളവ ആഗ്നേയശിലയുമായി ബന്ധപ്പെട്ടവ നമുക്ക് നോക്കാം. ഈ ശിലയെ പ്രാഥമിക ശിലയെന്നും വിളിക്കുന്നു. ഈ ശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. ഒരിക്കൽ കൂടി നോക്കാം. ആഗ്നേയശിലയുമായി ബന്ധപ്പെട്ടവയാണ്. പ്രാഥമിക ശിലയെന്ന് വിളിക്കുന്നു. ഒരു ഉദാഹരണമാണ് ബസാൾട്ട്. ഭൂമിക്കകത്തും പുറത്തും എന്ത് ചെയ്യുന്നുണ്ട്? ആഗ്നേയശിലകൾ രൂപം കൊള്ളുന്നുണ്ട്. ഇനി 9ാമത്തെ ചോദ്യമാണ്, എന്താണ് ക്ലിഫ്? ഓപ്ഷൻ എ, ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ബി, ഇത് ഒരു ശിലയുടെ പേരാണ്. സി, ഇതൊരു കൊടുമുടിയാണ്. ഡി, ഈ നദികൾ സൃഷ്ടിക്കുന്ന നിക്ഷേപ സമതലമാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. എന്താണ്? തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ് എന്തെന്നറിയപ്പെടുന്നത്? ക്ലിഫ് എന്ന് അറിയപ്പെടുന്നത്. 10ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ എ, അപവഹന ഗർത്തം. ഓപ്ഷൻ ബി, കൂൺശിലകൾ. ഓപ്ഷൻ സി, ടെറായി. ഓപ്ഷൻ ഡി, മണൽമേടുകൾ. പ്രത്യേകം ശ്രദ്ധിക്കുക, കൂട്ടത്തിൽ ചേരാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ടെറായി. ടെറായുടെ പ്രത്യേകത എന്താണ്? ബാബർ മേഖലയ്ക്ക് സമാന്തരമായി ഏകദേശം 10 മുതൽ 20 കിലോമീറ്റർ വരെ 10 മുതൽ 20 കിലോമീറ്റർ വരെ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലമാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ടെറായി എന്ന് അറിയപ്പെടുന്നത്. ഈ ഒരു പോയിന്റ് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കണം. ബാബർ മേഖലയ്ക്ക് സമാന്തരമായി ഏകദേശം 10 മുതൽ 20 കിലോമീറ്റർ വരെ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലമാണ് ടെറായി എന്ന് അറിയപ്പെടുന്നത്. 11ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും. അത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കാൻ ചാൻസ് ഉള്ളതാണ്. എല്ലാം ശരിയാണ് ഇതിലുള്ളത്. 12ാമത്തെ ചോദ്യം, സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ, ദില്ലി. ഓപ്ഷൻ ബി, കൊൽക്കത്ത. ഓപ്ഷൻ സി, മുംബൈ. ഓപ്ഷൻ ഡി, ചെന്നൈ. ആൻസർ ഓപ്ഷൻ ബി ആണ്, കൊൽക്കത്ത. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയിട്ട ഫോർട്ട് വില്യം എവിടെയാണ്? കൊൽക്കത്തയിലാണ്. 13ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 1, വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക. 2, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. 3, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഉൾപ്പെടുന്നവയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1, 3. ഓപ്ഷൻ ബി 1, 2, 3. ഓപ്ഷൻ സി 1, 2. ഓപ്ഷൻ ഡി 2, 3. വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് തന്നെ വായിക്കാനായിട്ട് നോക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 2, 3 ആണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. എന്തൊക്കെയാണ്? ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഇതൊക്കെയാണ്. ഇനി നമുക്ക് 14ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. 2, വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന. 3, സ്വയം പര്യാപ്തവും സ്വയാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഉൾപ്പെടുന്നവയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 3 ആണ്. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വയാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. അപ്പോൾ സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണവും സ്വയം പര്യാപ്തവും സ്വയാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഇതാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്നവ. 15ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്?
എ ചാണക്യൻ അർത്ഥശാസ്ത്രം, ബി അമർത്യാസെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം, സി മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്, ഡി ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുടേത് ഡ്രെയിൻ തിയറിയാണ്. ഓക്കെ, ഏതാണ് ഡ്രെയിൻ തിയറി. അപ്പോൾ ശരിയായിട്ടുള്ളത് നമുക്കൊന്ന് വായിച്ചു പോവാം. ചാണക്യൻ്റേത് ഏതാണ്? അർത്ഥശാസ്ത്രം. ചാണക്യൻ്റേത് അർത്ഥശാസ്ത്രം. അമർത്യാസെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം. അമർത്യാസെൻ്റെ ഏതാണ്? ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം. മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്. മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്. ഇനി 16ാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി. താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി. ഓപ്ഷൻ എ പത്മ സുബ്രഹ്മണ്യം, ഓപ്ഷൻ ബി LK അദ്വാനി, ഓപ്ഷൻ സി M ഫാത്തിമ ബീവി, ഡി ഡോക്ടർ MS സ്വാമിനാഥൻ. 2024 പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തിയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, പത്മ സുബ്രഹ്മണ്യം. 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തിയാണ് പത്മ സുബ്രഹ്മണ്യം. 17ാമത്തെ ചോദ്യം നോക്കാം. ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 1 മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. 2 മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. 3 മൂലധനത്തിനുള്ള പ്രതിഫലം ലാഭമാണ്. ഓപ്ഷൻ എ 1 3, ഓപ്ഷൻ ബി 1 2, ഓപ്ഷൻ സി 1 2 3, ഓപ്ഷൻ ഡി 1 3. ആൻസർ നോക്കുക. ബി ആണ്, 1 2 ആണ്. അപ്പോൾ ഉൽപാദന ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നവയാണ്. മൂലധനം മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങൾക്കും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളാണ്: മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു, തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. 18ാമത്തെ ചോദ്യം. ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം? 1 നിർമ്മല സീതാരാമൻ, 2 മൊറാർജി ദേശായി, 3 ചരൺ സിംഗ്. ഓപ്ഷൻ എ 1 2, ബി 1 2 3, സി 1 3, ഡി 2 3. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1 2 3. ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിട്ടുള്ളവരാണ് നമുക്കറിയാം നിർമ്മല സീതാരാമൻ, അതുപോലെ തന്നെ മൊറാർജി ദേശായി, ചരൺ സിംഗ്. നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. 19ാമത്തെ ചോദ്യം. ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1 കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. 2 ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്. 3 ചണനാരിന് യൂണിവേഴ്സൽ ഫൈബർ എന്നും അറിയപ്പെടുന്നു. ഓപ്ഷൻ എ 1 2, ഓപ്ഷൻ ബി 2 3, ഓപ്ഷൻ സി 1 3, ഓപ്ഷൻ ഡി 1 2 3. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 2 ആണ്. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് ബോംബെ, അല്ലെങ്കിൽ ഇന്നറിയപ്പെടുന്നത് മുംബൈ. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് ബോംബെ ആണ്. അതുപോലെ ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണ്. ചോളത്തിന് എന്താണ്? 3ാം സ്ഥാനമാണ് ഉള്ളത്. ഓക്കെ, ഇനി യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന ഏതാണ്? പരുത്തിയാണ്, ചണമല്ല, പരുത്തി. ഓക്കെ, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. ഓക്കെ, യൂണിവേഴ്സൽ ഫൈബർ ഏതാണ്? പരുത്തി. 20ാമത്തെ ചോദ്യം. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി. എ 42ാം ഭേദഗതി, ബി 91ാം ഭേദഗതി, സി 52ാം ഭേദഗതി, ഡി 73ാം ഭേദഗതി. ആൻസർ വരുന്നത് ബി ആണ്, 91ാം ഭരണഘടനാ ഭേദഗതി. വർഷം എന്നാണ് 2001.
3. ഓക്കെ, 91 ഭരണഘടനാ ഭേദഗതി വർഷം എന്നാണ് 2003. അപ്പോൾ മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിൽ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 2003 91 ഭരണഘടനാ ഭേദഗതി. 21ാമത്തെ ചോദ്യം, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓക്കെ, ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 1. 2/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്ന സഭ. 2. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. 3. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. 4. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. എ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ബി 1, 2, 3 ശരി. സി 2, 3, 4 ശരി. ഡി 2, 4 മാത്രമാണ് ശരി. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3, 4 പ്രസ്താവനകൾ മാത്രമാണ് ശരി. 2/3 അംഗങ്ങൾ 2, 3, 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. രാജ്യസഭ എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്? ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. എന്നാൽ ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ആരാണ്? ലോക്സഭ. ധനബിൽ തുടക്കം കുറിക്കാനോ അതുപോലെ തന്നെ നിരാകരിക്കാനോ ഭേദഗതി വരുത്തുവാനോ ഒക്കെയുള്ള അധികാരം ആർക്കാണ്? ലോക്സഭയ്ക്കാണ്. അതിന്റെ സ്റ്റാർട്ടിങ് നടക്കുന്നത് എവിടെയാണ്? ലോക്സഭയിലാണ്, രാജ്യസഭയിൽ അല്ല. അപ്പോൾ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. 22ാമത്തെ ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. ഓപ്ഷൻ എ PK തുങ്കൻ കമ്മിറ്റി. ബി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. സി അശോക് മേത്ത കമ്മിറ്റി. ഡി സാർക്കാരിയ കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, PK തുങ്കൻ കമ്മിറ്റി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. 23. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. 1. തുല്യ ജോലിക്ക് തുല്യവേതനം. 2. ഏകീകൃത സിവിൽ നിയമം. 3. സംഘടനാ സ്വാതന്ത്ര്യം. 4. പൊതുതൊഴിലിൽ തുല്യ അവസരം. എ 1, 3, 4 എന്നിവ. ബി 1, 2, 4 എന്നിവ. സി 1, 2, 3 എന്നിവ. ഡി 3, 4 എന്നിവ. 4-ാം അധ്യായത്തിൽ പെടാത്തത് ഡി ആണ്. 3ഉം 4ഉം തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് നോക്കാം. തുല്യ ജോലിക്ക് തുല്യവേതനം, ഏകീകൃത സിവിൽ നിയമം. തുല്യ ജോലിക്ക് തുല്യവേതനം അതുപോലെ തന്നെ ഏകീകൃത സിവിൽ നിയമമാണ് ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടുന്നവ. 24ാമത്തെ ചോദ്യം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സി വിജിൽ. ഓക്കെ, സി വിജിലാണ്. 25ാമത്തെ ചോദ്യം, ചേരുംപടി ചേർത്തവ പരിശോധിക്കാനാണ്. 1. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം. 2. സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം. 3. കൺകറന്റ് ലിസ്റ്റ് മദ്യനിയന്ത്രണം ബാങ്കിങ്. തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ എല്ലാം ശരിയാണ്. ബി 1, 2 എന്നിവ ശരിയാണ്. സി 2, 3 എന്നിവ ശരിയാണ്. ഡി 1 മാത്രം ശരിയാണ്. ആൻസർ വരുന്നത് 1, 2 എന്നിവ ശരിയാണ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് പ്രതിരോധം ആണവോർജം. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് കൃഷിയും മത്സ്യബന്ധനവും. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടത് കൃഷിയും അതുപോലെ തന്നെ മത്സ്യബന്ധനവുമാണ്. അപ്പോൾ
അപ്പോൾ നമുക്ക് കൺകറന്റ് ലിസ്റ്റിൽ മദ്യനിയന്ത്രണ ബാങ്കിങ് എന്നാണ് കൊടുത്തിരുന്നത്. അത് തെറ്റാണ്. മദ്യനിയന്ത്രണം ഏതിൽ വരുന്നു? സ്റ്റേറ്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റിലാണ് വരുന്നത്. മദ്യനിയന്ത്രണം ഏതിൽ വരുന്നു? സ്റ്റേറ്റ് ലിസ്റ്റ്. എന്നാൽ ബാങ്കിങ് ഏതിലാണ്? യൂണിയൻ ലിസ്റ്റാണ്. ബാങ്കിങ് ഏതാണ്? യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഇതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. 26ാമത്തെ ചോദ്യം, നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. ഓപ്ഷൻ എ മൻസുഖ് മാണ്ഡവ്യ, ബി ഹർദീപ് സിംഗ് പുരി, സി അനുരാഗ് താക്കൂർ, ഡി കിരൺ റിജിജു. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കിരൺ റിജിജു ആണ്. കിരൺ റിജിജു കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ് കിരൺ റിജിജു. അപ്പോൾ 27ാമത്തെ ചോദ്യം നോക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1993 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 2 ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. 3 വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. എ 1ഉം 2ഉം ശരി, ബി 2ഉം 3ഉം ശരി, സി 1ഉം 3ഉം ശരി, ഡി എല്ലാം ശരിയാണ്. ആൻസർ വരുന്നത് ബി ആണ്. 2ഉം 3ഉം ആണ് ശരി. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? അത് 1998 ഡിസംബർ 11 ഓക്കെ, 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 28ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1 അഴിമതി നിയന്ത്രിക്കുന്നതിന്, 2 ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിന്, 3 ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. എ 1ഉം 2ഉം, ബി 2ഉം 3ഉം ശരി, സി 1ഉം 3ഉം ശരി, എ എല്ലാം ശരിയാണ്. ആൻസർ വരുന്നത് എല്ലാം ശരിയാണ്. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് അഴിമതി നിയന്ത്രിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിന്, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. ഇനി ചോദിക്കുകയാണ് 29ാമത്തെ ചോദ്യം, ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2. ഈ വർഷത്തെ തീം എന്നാണ്? 2025 തീം പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ ആണ്. 30ാമത്തെ ചോദ്യം, കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ എ സജി ചെറിയൻ, ഓപ്ഷൻ ബി കെ രാജൻ, ഓപ്ഷൻ സി NV വാസവൻ, ഓപ്ഷൻ ഡി വി ശിവൻകുട്ടി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വി ശിവൻകുട്ടി. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് വി ശിവൻകുട്ടിയാണ്. തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? വി ശിവൻകുട്ടി. 31ാമത്തെ ചോദ്യം, കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 11, ഓപ്ഷൻ ഡി 12. ആൻസർ ഓപ്ഷൻ എ ആണ് 9. കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 9 ആണ്. ഓക്കെ, രാജ്യസഭ 9. 32ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന ഗവർണർ ആര്? കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആര്? ഓപ്ഷൻ എ RN രവി, PS ശ്രീധരൻപിള്ള, സി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ജിഷ്ണുദേവ് വർമ്മ. ആൻസർ ഓപ്ഷൻ സി ആണ്, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരള സംസ്ഥാനത്തിന്റെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 33ാമത്തെ ചോദ്യം, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ഓപ്ഷൻ എ S ഹരീഷ്, ഓപ്ഷൻ ബി NS മാധവൻ, ഓപ്ഷൻ സി P വത്സല, ഓപ്ഷൻ ഡി MD വാസുദേവൻ നായർ. ആൻസർ ഓപ്ഷൻ ബി NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? NS മാധവൻ. എന്നാൽ 2023 എഴുത്തച്ഛൻ പുരസ്കാരമാണെങ്കിൽ
എസ് കെ വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. 34. പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1. ഇനാമൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. 2. ഡെൻഡൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. 3. പൾപ്പ് ക്യാവിറ്റി പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗം. 4. സിമൻറ്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജനകല. ഓപ്ഷൻ എ 1, 2 ശരി. ഓപ്ഷൻ ബി 3, 4 ശരി. ഓപ്ഷൻ സി 1 ശരി 3 തെറ്റ്. ഓപ്ഷൻ ഡി എല്ലാം ശരി. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3, 4 ശരി. പൾപ്പ് ക്യാവിറ്റി പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗം. സിമൻറ്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജകകല. പൾപ്പ് ക്യാവിറ്റി പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗം. സിമൻറ്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജകകല. 35. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ജീവകം എ, ജീവകം ഡി, ജീവകം ഇ, ജീവകം കെ. ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം. ആൻസർ ഓപ്ഷൻ സി ആണ്, ജീവകം ഇ. ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകമാണ് ജീവകം ഇ. 36. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. രോഗം രോഗകാരി എന്ന രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. 1. കോളറ വൈറസ്. 2. എലിപ്പനി ലെപ്റ്റോസ്പൈറ. 3. സ്ക്രബ് ടൈഫസ് വിബ്രിയോ കോളറ. 4. കുരങ്ങുപനി ബാക്ടീരിയ. എ 1, 2 എന്നിവ, ബി 2, 4 എന്നിവ, സി 2 മാത്രം, ഡി 3 മാത്രം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. കോളറ എന്താണ്? ബാക്ടീരിയൽ രോഗമാണ്. ഓക്കെ, കോളറ ബാക്ടീരിയൽ രോഗമാണ്. എലിപ്പനി ലെപ്റ്റോസ്പൈറ ആണ്. അതുമാത്രം നോക്കിയൊന്ന് വച്ചേക്കുക. 37ാമത്തെ ചോദ്യം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ധ്വനി. 1 ധ്വനി, 2 അമൃതം ആരോഗ്യം, 3 ശ്രുതിമധുരം, 4 കാതൂരം. 1, 2, 4, ബി 1, 2 മാത്രം, സി 1, 2, ഡി 3 മാത്രം. ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി അമൃതം ആരോഗ്യമാണ്. 38. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? 1. ക്യാൻസർ സിലിക്കോസിസ്. 2. ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ. 3. എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ്. 4. പോളിയോ ടെറ്റനസ്. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 1, 2, ഓപ്ഷൻ ഡി 1, 2, 3. ആൻസർ വരുന്നത് ബി 2 മാത്രമാണ്. ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ ഇവയാണ് ജനിതക രോഗങ്ങൾ. 39. സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. 1. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല. 2. 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ എഫോട്ടിക് മേഖല. 3. 1000 മീറ്ററിന് താഴെ ഡിസോട്ടിക് മേഖല. എ 1 മാത്രം ശരി, ബി 1, 3, 2, 3 ശരി, സി 2 തെറ്റ് 1 ശരി, ഡി എല്ലാം ശരി. ആൻസർ ഓപ്ഷൻ എ ആണ്, 1 മാത്രം ശരി. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് സമുദ്രത്തിൻ്റെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിലാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? യൂഫോട്ടിക് മേഖല. 40. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം.
ഇന്ത്യ, അമേരിക്ക, സൗദി അറേബ്യ, കെനിയ. ഓപ്ഷൻസ് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. അവർ നമ്മളെ സമയം പോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് തരുന്നത്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. 3 സൗദി അറേബ്യ. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ. ഒന്നാമത്തെ ചോദ്യമാണ്, മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം. 1 കാനഡ, 2 ജർമ്മനി, 3 നൈജീരിയ, 4 ഇംഗ്ലണ്ട്. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5C വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? 1 കാനഡ, 2 ജർമ്മനി, 3 നൈജീരിയ, 4 ഇംഗ്ലണ്ട്. ആൻസർ ശ്രദ്ധിച്ചു ചെയ്യുക. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. 3 നൈജീരിയ. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5C വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് നൈജീരിയ. 42ാമത്തെ ചോദ്യം, ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? എ അപവർത്തനം, ബി പൂർണ്ണാന്തരിക പ്രതിഫലനം, സി വിസരണം, ഡി പ്രതിഫലനം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. 43 കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? എ മീറ്റർ, ബി പ്രകാശവർഷം, സി സെക്കൻഡ്, ഡി ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ആൻസർ ഓപ്ഷൻ സി സെക്കൻഡ്. കൂട്ടത്തിൽപ്പെടാത്തത് സെക്കൻഡ്. സെക്കൻഡ് സമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബാക്കിയെല്ലാം നീളവുമായിട്ട് ബന്ധപ്പെട്ടവയാണ്. മീറ്റർ ആയാലും പ്രകാശവർഷം ആയാലും ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയാലും. 44 ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 സെൻറ്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ഓപ്ഷൻ എ -8 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി +8 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി -4 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി +4 സെൻറ്റിമീറ്റർ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ -8 സെൻറ്റിമീറ്റർ. കോൺകേവ് ദർപ്പണമായതുകൊണ്ടാണ് മൈനസ് വന്നത്. ഓക്കെ, കോൺകേവ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്. 45ാമത്തെ ചോദ്യം, ഏറ്റവും മികച്ച പൊതുഗതാഗതം ഉള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം. ഏറ്റവും മികച്ച പൊതുഗതാഗതം ഉള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം. എ മുംബൈ, ബി കൽക്കട്ട, സി ബാംഗ്ലൂർ, ഡി ഡൽഹി. ആൻസർ ഓപ്ഷൻ എ ആണ് മുംബൈ. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരമാണ് മുംബൈ. 46 ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം. എ ജപ്പാൻ, ബി ഇറ്റലി, സി ഇംഗ്ലണ്ട്, ഡി ഓസ്ട്രേലിയ. ആൻസർ ഓപ്ഷൻ ബി ഇറ്റലി. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യമാണ് ഇറ്റലി. 47 കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? എ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ബി കാൽസ്യം ഓക്സൈഡ്, സി കാൽസ്യം കാർബണേറ്റ്, ഡി മഗ്നീഷ്യം ഓക്സൈഡ്. ആൻസർ ഓപ്ഷൻ സി കാൽസ്യം കാർബണേറ്റ്. കുമ്മായമടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? കാൽസ്യം കാർബണേറ്റ്. 48 ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓപ്ഷൻ എ FeCl3H2 ഉണ്ടാകുന്നു, ബി FeOH2Cl2 ഉണ്ടാകുന്നു, സി രാസപ്രവർത്തനം നടക്കുന്നില്ല, ഡി FeH2O ഉണ്ടാകുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ എ FeCl3H2 ഉണ്ടാകുന്നു. ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ FeCl3H2 ഉണ്ടാകുന്നു. 49 ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം. എ 2, ബി 4, സി 6, ഡി 10. ആൻസർ ഓപ്ഷൻ ഡി ആണ് 10. ഡി സബ്ഷെല്ലിൽ എത്രയാണ്? 10 ആണ്. ഓക്കെ, ഡിയിൽ 10 ആണ്. അപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് എങ്ങനെയാണ്? SPDF ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. എസിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2, പിയിലാണെങ്കിൽ 6, ഡിയിലാണെങ്കിൽ 10, എഫിലാണെങ്കിൽ 14. PSCയുടെ സ്ഥിരം ചോദ്യമാണ്, എല്ലാവരും നോക്കി വെച്ചേക്കുക.
SPDF 2, 6, 10, 14. ഈ ഒരു ഓർഡർ മറക്കാതെ നിങ്ങൾ ഓർമ്മിച്ച് തന്നെ വച്ചേക്കുക. കാരണം PSCയുടെ പല പല പരീക്ഷകളിൽ ഒരു 100 വട്ടമെങ്കിലും ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനിയും ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട് എന്നല്ല, ഉറപ്പുള്ള ചോദ്യമാണ്. അപ്പോൾ പഠിച്ചു വച്ചേക്കുക. അപ്പോൾ ഡി സബ്ഷനിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം 10 ആണ്. ഇനി നോക്കാം 50ാമത്തെ ചോദ്യം. ഡേഷ് ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനേറ്റ്. ഓപ്ഷൻ എ NmNO2, B TiO2, C THO2, D VO2. ആൻസർ ഓപ്ഷൻ ബി ആണ്, TiO2. ഡേഷ് ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനേറ്റ്, TiO2 ആണ്. 51. അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലുപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? എ ബോയിൽസ് നിയമം, ബി ചാൾസ് നിയമം, സി അവഗാഡ്രോ നിയമം, ഡി ഡാൾട്ടൺ നിയമം. ആൻസർ ഓപ്ഷൻ എ ബോയിൽ നിയമമാണ്. അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലുപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? ബോയിൽ നിയമം. 52. പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കാക്കനാട്. പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാട്, കൊച്ചിയാണ്. 53. മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടനാര്? മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടനാര്? ഓപ്ഷൻ സി ആണ്, PJ ആന്റണി. മികച്ച മലയാള സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച നടനാണ് PJ ആന്റണി. 54. താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെ? 1. മൈമുന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. 2. സ്മാരകശിലകൾ എന്ന നോവലിലെ കഥാപാത്രമാണ് മൈമുന. 3. പുനത്തിൽ കുഞ്ഞബ്ദുള്ള സൃഷ്ടിച്ച കഥാപാത്രമാണ് മൈമുന. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1 മാത്രമാണ് ശരി. മൈമുന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. മൈമുന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. അപ്പോൾ ഈ മൈമുന ഏത് കഥയിലെ കഥാപാത്രമാണ്? ഹസാക്കിൻ്റെ ഇതിഹാസമാണ്. ഓക്കെ, ഹസാക്കിൻ്റെ ഇതിഹാസമാണ്. ഹസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ്. മറ്റൊരു കഥാപാത്രത്തെ കൂടി നമുക്ക് പരിചയപ്പെടാം. അപ്പുക്കിളി. ആരാണ്? അപ്പുക്കിളി. മൈമുന അപ്പുക്കിളി എവിടത്തെ കഥാപാത്രമാണ്? ഹസാക്കിൻ്റെ ഇതിഹാസം. രചിച്ചതാരാണ്? OV വിജയൻ തന്നെയാണ്. ഓക്കെ, OV വിജയൻ തന്നെയാണ് ഹസാക്കിൻ്റെ ഇതിഹാസം. മൈമുനയും അപ്പുക്കിളിയും ഹസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളാണ്. ഓർത്തു വച്ചേക്കുക, ഇനിയും ചോദിക്കും. 55ാമത്തെ ചോദ്യം. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആര്? 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ്, EV രാമകൃഷ്ണൻ. മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയതാരാണ്? EV രാമകൃഷ്ണൻ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം 2023 കറണ്ട് അഫയേഴ്സിനും നിലവിലും പ്രാധാന്യമുണ്ട്. കണ്ടോ, 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും പഠിച്ചു വെച്ചേക്കേണ്ടതാണ്. പല അവാർഡുകളും 2023 ഒരു 22-21 തൊട്ട് തന്നെ പഠിച്ചു വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കുക. 56ാമത്തെ ചോദ്യം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? 1. ഷാജിയൻ കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. 2. 1989 മികച്ച സിനിമയ്ക്ക് സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. 3. G. അരവിന്ദന് ദേശീയ അവാർഡ് ലഭിച്ച സിനിമയാണ് പിറവി. A 2 മാത്രം ശരി, B 1 2 ശരി, C 2 3 ശരി, D 2 മാത്രം ശരി. ആൻസർ വരുന്നത് B 1 2 ശരി. ഷാജിയൻ കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? പിറവി. 1989 മികച്ച സിനിമാ സംവിധായകനുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ചു, അതുപോലെ തന്നെ മികച്ച സംവിധായകനുള്ള അവാർഡും 1989 ലഭിച്ചിട്ടുണ്ട്. 57. ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്?
ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? കപിൽ ദേവ്, സച്ചിൻ ടെണ്ടുൽക്കർ, രോഹിത് ശർമ്മ, വീരേന്ദ്ര സേവാഗ്. ആൻസർ ഓപ്ഷൻ ബി ആണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആണ് സച്ചിൻ ടെണ്ടുൽക്കർ. 58. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക് ഹോക്കി ടീമിൻ്റെ നായകൻ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക് ഹോക്കി ടീമിൻ്റെ നായകൻ ആരാണ്? എ ധ്യാൻചന്ദ്, ബി ജയ്പാൽ സിംഗ്, സി മുഹമ്മദ് ഷാഹിദ്, ഡി ധൻരാജ് പിള്ള. ആൻസർ ഓപ്ഷൻ ബി ആണ് ജയ്പാൽ സിംഗ്. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക് ഹോക്കി ടീമിന് നായകൻ ആരാണ്? ജയ്പാൽ സിംഗ്. 59. പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് എ ബ്രൗസിംഗ് സ്പീഡ് കൂട്ടാൻ, ബി ബ്രൗസിംഗ് ചരിത്രം സൂക്ഷിക്കാൻ, സി ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ, ഡി ബ്രൗസിംഗ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ബ്രൗസിംഗ് ഹിസ്റ്ററി, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാനാണ്. പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാനാണ്. 60. HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് പിക്ചർ, ഇമേജ്, പിക്ക്, IMG. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് IMG. HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? IMG ആണ്. ഓക്കെ, IMG. 61. ഒരു ലാൻ ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു ലാൻ ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ആൻസർ ഓപ്ഷൻ ബി ആണ് റൗട്ടർ. ഒരു ലാൻ ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൗട്ടർ. ലാൻ റൗട്ടർ. ഓക്കെ, ലാൻ റൗട്ടർ. 62. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യാനാവുന്ന ബോഡി എ നാസ്കോം, ബി സെർട്ടിൻ, സി ട്രായ്, ഡി നീതി ആയോഗ്. ആൻസർ ഓപ്ഷൻ ബി സെർട്ടിൻ ആണ്. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. സെർട്ടിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി. 63. ഇൻപുട്ട് ഉപകരണം ഏതാണ്? എ പ്രിൻ്റർ, ബി പ്ലോട്ടർ, സി സ്പീക്കർ, ഡി സ്കാനർ. ഏതാണ്? ആൻസർ ഡി സ്കാനർ ഇൻപുട്ട് ഉപകരണമാണ്. ബാക്കിയെല്ലാം പ്രിൻ്റർ ഔട്ട്പുട്ടാണ്, പ്ലോട്ടർ ഔട്ട്പുട്ടാണ്, സ്പീക്കർ ഔട്ട്പുട്ടാണ്. ഇൻപുട്ടായിട്ടുള്ള ഏത് മാത്രമാണ്? സ്കാനർ മാത്രം. അടുത്തത് 64-ാമത്തെ ചോദ്യം. പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ്? എ 14 വയസ്സിൽ താഴെ പ്രായമുള്ളവർ, ബി 15 വയസ്സിൽ താഴെ പ്രായമുള്ളവർ, സി 16 വയസ്സിൽ താഴെ പ്രായമുള്ളവർ, ഡി 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ് പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത്. 65. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്? എ 1 തവണ, ബി 2 തവണ, സി 3 തവണ, ഡി 4 തവണ. ആൻസർ ഓപ്ഷൻ എ ആണ് 1 തവണ. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്? 1 തവണ. 66. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്ര? ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്ര? ആൻസർ 3 വർഷമാണ്. ഓക്കെ, ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി 3 വർഷം. 67. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ആര്? ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ എ ഗിരിജ വ്യാസ്, ബി ലളിത കുമാരമംഗലം, സി ജയന്തി പട്നായക്, ഡി രേഖ ശർമ്മ. ആൻസർ ഓപ്ഷൻ സി ജയന്തി പട്നായക്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷയാണ് ജയന്തി പട്നായക്. 68. ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? എ പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻ്റ് ആയിരിക്കും. ബി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ചുള്ള കാലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം. സി ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാക്കുന്നതാണ്. ഡി
ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഗാർഹിക പീഡനത്തിന് ഇരയായ പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കുവാനുള്ള അവകാശം അവർക്ക് ഉണ്ട്. അപ്പോൾ പങ്കാളിയുമായി താമസിച്ച വീട്ടിൽ എന്താണ് അവർക്ക് താമസിക്കാനുള്ള അവകാശമുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻസ് ആയിരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ചുള്ള കാലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാക്കുന്നതാണ്. 69. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? ആൻസർ ബി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളാണുള്ളത്? 6 അംഗങ്ങളുണ്ട്. ടോട്ടൽ എപ്പോഴും എത്രയാണ്? 7. ടോട്ടൽ 7 ആണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലാണ്. 70ാമത്തെ ചോദ്യം. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 150. അടുത്ത കണക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ചോദ്യം പറയും, നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ചതിന് ശേഷം ആൻസർ ചെയ്തു നോക്കിയതിന് ശേഷം മാത്രം വീഡിയോ ഓണാക്കിയതിന് ശേഷം മുന്നോട്ട് പോവുക. അങ്ങനെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്താൽ മതിയാവും. ഓരോരോ ചോദ്യങ്ങളായിട്ട് വായിക്കുവാണ്. 71. ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിലായാൽ ത്രികോണത്തിലെ ചെറിയ കോൺ എത്ര? ആൻസർ ഓപ്ഷൻ ഡി, 45. 72. Z = x + y, x = -10, y = 3 ആയാൽ z എത്ര? ആൻസർ ഓപ്ഷൻ ഡി, 13. 73. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? 12, 48, 24, 16. ആൻസർ ഡി, 16. 74. 6ന്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം എത്ര? ആൻസർ സി, 19. 75. 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിൻ്റെ വശം എത്രയായിരിക്കും? 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിൻ്റെ വശം എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ്, 35. ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്നും 4-മതും പിന്നിൽ നിന്ന് 20-മതുമായാൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ആൻസർ ഓപ്ഷൻ സി, 23. 77. 18 - 6 / 3 × 4. എ 10, ബി 64, സി 16, ഡി 4. ആൻസർ 10. 78. -2/3 ഓൾ ബ്രാക്കറ്റിൽ 3 ഇൻറ്റു 3/5 ഓൾ ബ്രാക്കറ്റ് (2) ഈക്വൽ ടു എത്ര? ആൻസർ സി ആണ്, -8/75. 79. 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ്? ആൻസർ ബി, 18.69. 80. 1, 2, 4 എന്ന സംഖ്യാശ്രേണിയിലെ 10ാം പദം എത്ര? ആൻസർ 512. ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. 81.
Modern technology makes it easier than ever to eavesdrop on electronic communication. Find the options that is closest in meaning to the underlined word. A. Communicate with a diverse group simultaneously. B. To stay away from the confidential discussion. C. To give some space to private conversation. D. To listen secretly to a private conversation. Answer. Option D ആണ് to listen secretly to a private conversation. Eavesdrop ആണ്. 82. Do you remember the passenger dash travelled yesterday without a ticket? Choose the suitable relative pronoun from the options given. Whom, who, whose, which. ആൻസർ വരുന്നത് ഹൂ ആണ്. 83. Martin ate the dash amount of shawarma at the party, preferring to snack or vegetables. Superlative form of the adjective. Little, less, least, least. Least ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ലീസ്റ്റ്. മാർട്ടിൻ ate the least amount of shawarma at the party, preferring to snack on vegetables. 84. Pursuing a gratitude degree from the reputable institution these days can cost an arm and a leg. അപ്പോൾ ഐഡൻറ്റിഫൈ ദ മീനിങ് ഓഫ് ദ ഇഡിയം ആൻ ആം ആൻഡ് എ ലെഗ്. അഫോർഡബിൾ, എക്കണോമിക്കൽ, എക്സ്പെൻസീവ്, ഇൻഎക്സ്പെൻസീവ്. ആൻസർ ഓപ്ഷൻ സി ആണ് എക്സ്പെൻസീവ്. 85. Which one of the following word is an example of compound word consisting? Breakthrough, dry clean, whitewash, sailboat. Breakthrough. Which one of the following word is an example of a compound word consisting verb plus adverb pattern? Breakthrough. 86. The dash of the royal family still preserve their traditional and cultural heritage. Pick out the correctly spelt word. Answer B. Descends. 87. This cloth used to fade when washed. Use the most suitable question tag. Don't this, didn't this, don't it, didn't it. Answer option D ആണ് didn't it. 88. Close the window. Change into passive voice. A. Let the window has been closed. B. Let the window shall be closed. C. Let the window should be closed. D. Let the window be closed. ആൻസർ ഡി ആണ് let the window be closed. ക്ലോസ് ദ വിൻഡോയുടെ പാസീവ് വോയിസ് ആണ് let the window be closed. 89. The principal ordered a dash of paper to print the student's hall ticket. Fill in the blanks using the most suitable collective noun from the option given. Sheet, patch, ream, number. Answer C. Ream. Ream of paper എന്നാണ് പറയുക. Ream of paper. 90. The manager asked Raji, why didn't you come to the office yesterday? The manager asked Raji, complete the reporter speech. Why she was not come to the office the previous day? Why she has not come to the office the previous day? Why she hadn't come to the office the previous day? Why she didn't come to the office the previous day? Answer C. Why she hadn't come to the office the previous day. മലയാളം ചോദ്യങ്ങളാണ്. 91. വിൻ പ്ലസ് സ്ഥലം വിണ്ടലം സന്ധി ചെയ്ത്. ആൻസർ ബി. ആദേശ സന്ധി. 92. ക്ലീബം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഡി ആണ് സ്ത്രീ. ക്ലീബം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? സ്ത്രീ. 93. കൂട്ടത്തിൽപ്പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. സാമുദ്രം, വിസിരം, അക്ഷീപം, മഞ്ഞ്. ആൻസർ ഡി മഞ്ഞ്. ശരിയല്ലാത്ത വിപരീതപദ രൂപം ഏത്? 94. അണിയം, അമരം, വൃഷ്ടി, സമഷ്ടി, ആദാനം, പ്രധാനം, ഉപജയം, അപജയം.
ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഉപജയം അപജയമാണ്. ചുട്ടെഴുത്തുകൾ അറിയപ്പെടുന്നവ ഏവ? ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ഏവ? ആ ഇ എ, ആ ഇ എ, ആ ഉ ഐ, ഈ എ അം. ചുട്ടെഴുത്തുകൾ ഏവയൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. എ ഇ ആ ഇ എ. 96. ചതിയില്ലാത്തടത്ത് കത്തി വയ്ക്കരുത് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം? ശത്രുക്കളെ സൂക്ഷിക്കണം, ബലമില്ലാത്തടത്ത് പ്രവർത്തിക്കരുത്, പുകവലി പാടില്ല, ആരെയും സഹായിക്കരുത്. ആൻസർ ബി ആണ്. ബലമില്ലാത്തടത്ത് പ്രവർത്തിക്കരുത്. 97. തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി? നേതാവ് നേത്രി, വിദ്വാൻ വിദുഷി, കവി കവിയത്രി, അപായം ഉപായം. ആൻസർ ഓപ്ഷൻ സി ആണ്. കവി കവയിത്രി. 98. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റ പദമേത്? പിപാസു, ദിദൃക്ഷു, പിപടിഷു, ബുഭുക്ഷു. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. പിപടിഷു. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളേതാണ്? പിപടിഷു. 99. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ്? ആൻസർ സി ആണ്. സലിംഗ ബഹുവചനം. 100. കാലുകൊണ്ട് വെള്ളം കുടിച്ചത് തലകൊണ്ട് മുട്ടയിടും എന്ന കടങ്കഥയുടെ ഉത്തരമേത്? കാലുകൊണ്ട് വെള്ളം കുടിച്ചത് തലകൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരമേത്? ആൻസർ ഓപ്ഷൻ സി ആണ്. നിലാവ്. ഓക്കെ, ഇന്നത്തെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതേപടി തന്നെ പഠിച്ചു വെച്ചേക്കുക. എല്ലാ പരീക്ഷകളിലും ഇതിൽ നിന്ന് കുറഞ്ഞത് ഒരു 5 ചോദ്യമെങ്കിലും വേറെ പരീക്ഷകളിലൊക്കെ നിങ്ങൾക്കിത് വന്നിരിക്കും. ഉറപ്പായിട്ടും പ്രയോജനപ്പെടും. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് അടിച്ച് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ ഒരു വീഡിയോ എത്തിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.